നിങ്ങൾക്കിതാ ഒരു സുവർണ അവസരം. 210 വേക്കൻസിയുമായിട്ട് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഏവർക്കും മെറ്റാമോർഫിക്രോക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. നിങ്ങൾക്കൊരു നോർമൽ ഡിഗ്രി ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഇതൊരു സുവർണ അവസരമാണ്. 210 വേക്കൻസിയുമായിട്ട് ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ പുതിയൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ 2022 ജൂൺ മാസം 18-ാം തീയതി മുതൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 2022 ജൂലൈ മാസം 10-ാം തീയതി വരെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് അയക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ബേസിക് പേ തന്നെ 35,400 മുതൽ 63,068 വരെയാണ് നിങ്ങളുടെ പെർ മന്ത് കയ്യിലേക്ക് എത്താൻ പോകുന്നത്. സോ ഒരു ഡിഗ്രി ഉള്ള ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഇതൊരു സുവർണ അവസരമാണ്. നിങ്ങൾക്കൊരു ബാച്ചിലർ ഡിഗ്രി ഉണ്ട്, മിനിമം സ്പീഡിൽ 35 വേർഡ്സ് പെർ മിനിറ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടർ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട് നല്ലൊരു നോളജ് ഉണ്ട് എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അയക്കാനാകും. ഇതിൻ്റെ ഏജ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇതിൽ വയസ്സ് ഇളവുകളുണ്ട്, SC ST OBC ഓരോ കാറ്റഗറി അനുസരിച്ച് വയസ്സ് ഇളവുകൾ ഉണ്ട്. എന്നാലും 1/7/2022 പ്രകാരമാണ് ഇതിൻ്റെ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇതിലേക്ക് അപേക്ഷിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് 3 ടൈപ്പിലുള്ള എക്സാമിനേഷനാണ് ഉണ്ടാവുക. ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ഉണ്ടാവും, ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടൈപ്പിംഗ് എക്സാമിനേഷൻ ഉണ്ടാവും. ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ 100 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. അതിൽ 50 മാർക്കിൻ്റെ ജനറൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 25 മാർക്കിൻ്റെ ജനറൽ നോളജും 25 മാർക്കിൻ്റെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. കൂടാതെ ഒരു 25 മാർക്കിൻ്റെ കമ്പ്യൂട്ടർ നോളജ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെ 2 മണിക്കൂറിൻ്റെ ഒരു എക്സാമിനേഷനാണ് ഉണ്ടാവുക. അതിൽ 4 തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് മൈനസ് ആവുന്ന രീതിയിൽ നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ടായിരിക്കും. ഓക്കെ, 35 വേർഡ്സ് പെർ മിനിറ്റ് നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന 10 മിനിറ്റിൻ്റെ ഒരു എക്സാമിനേഷനും നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും. ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എക്സാമിനേഷൻ ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ടുള്ളൊരു കോംപ്രഹെൻസീവ് പാസേജ്, പ്രീസിസ് റൈറ്റിംഗ്, essay റൈറ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ഇതിലുണ്ടായിരിക്കും. സോ ഇതിലേക്ക് അയക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ www.sci.gov.in എന്ന് പറയുന്ന സൈറ്റിലേക്ക് നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഫോട്ടോ, സിഗ്നേച്ചർ ഒക്കെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ നോർമൽ ഒരു കാൻഡിഡേറ്റ്, ഒരു ജനറൽ കാൻഡിഡേറ്റ്, ഒരു OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 500 രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. അതല്ല നിങ്ങളൊരു SC ST, എക്സ് സർവീസ്മാൻ, PH ഫ്രീഡം ഫൈറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് 250 രൂപയാണ് എക്സാമിനേഷൻ ഫീ ആയിട്ട് ഇതിനകത്ത് കാണിക്കുന്നത്. സോ ആരും സമയം കളയണ്ട, ഇതൊരു നല്ല സുവർണാവസരമാണ്. ഈ 2022 ജൂലൈ മാസം 10-ാം തീയതിക്കുള്ളിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് പൂർത്തിയാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ശുഭദിനം.